ഈ ഒരു ബുദ്ധസ്തൂപത്തിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടുക. കാരണം സൂര്യൻ ആ ഭാഗത്തു നിന്നാണ്. നമോഘട്ട്. ഇപ്പോൾ വാരണാസി സീരീസിൻ്റെ 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലോട്ട്, അവിടുത്തെ കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്നലെ ഡൽഹിയിൽ വളരെ നിർഭാഗ്യകരമായ കുറേ കാര്യങ്ങളാണ് നടന്നത്. സ്ഫോടനം ഉണ്ടായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ സുരക്ഷയൊക്കെ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് കറക്റ്റ് അറിയില്ല. പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഭീഷണി ഉണ്ട് എന്നാണ് കേട്ടത്. ഭയങ്കര നിർഭാഗ്യകരമായിപ്പോയി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ പുറത്തു വരും നമ്മൾ വിചാരിക്കുക. അത് എന്തായാലും ഇതൊക്കെ ചെയ്യുന്നവരുടെ അടിവേര് ഇളക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യം മറുപടി കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്ക് കാശി വിശ്വനാഥനെ പോയിട്ട് കാണാം. അതിനുശേഷം ഇന്ന് സാരാനാഥിൽ നമ്മൾ 2 ദിവസം ഇങ്ങനെ പറയുന്നത് അവിടെ പോകണം. പിന്നെ ഇവിടെ പുതിയൊരു ക്ഷേത്രം ഉണ്ട്, നിങ്ങൾ ആരും അധികം അറിയണ്ടാവില്ല. ഇപ്പം അടുത്ത് ഇനാഗുറേഷൻ കഴിഞ്ഞൊരു വലിയ ക്ഷേത്രമുണ്ട്, അവിടെ നമ്മളിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമോഘട്ട് എന്ന് പറഞ്ഞൊരു പുതിയ ഘട്ടുണ്ട് ഇവിടെ, അവിടെ പോകാൻ പറ്റും, അവിടെ പോകണം. പിന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കാണണം കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞ നമ്മുടെ നേപ്പാളി ടെമ്പിൾ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിലുള്ളത്. നമുക്ക് എന്തായാലും ആദ്യം കാശി വിശ്വനാഥനെ പോയിട്ട് കണ്ടു തൊഴാം. നേരെ അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മൾ അകത്ത് കയറി ഭഗവാനെ കണ്ടു. ഇന്ന് നല്ല തിരക്കുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ ഇപ്പം സെക്യൂരിറ്റി ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഡൽഹി ഇഷ്യൂ കാരണം. അതുകൊണ്ട് നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അകത്ത് കയറി, പക്ഷെ ദർശനമൊക്കെ നല്ല സുഖമായിട്ട് തന്നെ കിട്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് സാരനാഥിലോട്ടാണ്. ഇപ്പം തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഈ ഒരു കാശി വിശ്വനാഥ കോറിഡോർ വന്നതിന് ശേഷം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഭക്ഷണവും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഇപ്പം മഹല്യ അവർക്കെന്താ ഒരു സ്റ്റാച്യു ഉണ്ട്. കാരണം അവരാണ് ഇപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം നിർമ്മിച്ചത്. യഥാർത്ഥ ക്ഷേത്രം തൊട്ടപ്പുറത്താണ് ശരിക്ക്. അതൊരു കോൺട്രവേഴ്സിയിലോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. പിന്നെ ഇവിടെ ഭാരത് മാതാവിനെ കാണാം. മനോഹരമായൊരു കോറിഡോർ. പുറകിലായിട്ട് നിലവിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം കാണാൻ പറ്റും. എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സാരനാഥിലോട്ട് പോവാം. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവാം. മസാല ദോശ തന്നെയാണ് വാങ്ങിച്ചത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. നല്ല തിരക്കുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. നിങ്ങൾ വാരണാസിയിൽ വരുന്ന സമയത്ത് ഇവിടെ 4ാമത്തെ ഗേറ്റ് ഉണ്ട്. 4ാമത്തെ ഗേറ്റിൻ്റെ ഒരു 100 മീറ്റർ മാറിയിട്ട് തന്നെ ഇവിടെ ശ്രീ കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ ട്രസ്റ്റിൻ്റെ ഹെൽപ്പ് സെൻ്റർ ഉണ്ട്. നമുക്ക് സുഗം ദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം, ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ലോക്കർ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ലോക്കർ ഉപയോഗിക്കാം. അല്ലാണ്ട് ഇവിടെയുള്ള ഏത് സ്ഥലത്ത് നിങ്ങൾ കൊടുത്താലും 500, 200, 300 ഇങ്ങനെ പൈസ കൊടുക്കേണ്ടി വരും. അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇവിടെ എന്തോ അടി നടക്കുക, വണ്ടി ഇടിച്ചാൻ തോന്നുന്നു. സുഗം ദർശൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രുദ്രാക്ഷമാലയും ഒരു ലഡുവിൻ്റെ പാക്കറ്റ്, ഇവിടുത്തെ പ്രസാദത്തിൻ്റെ പാക്കറ്റൊക്കെ കിട്ടും. പുറത്ത് നിങ്ങൾ ലോക്കർ സൗകര്യം നോക്കുകയാണെങ്കിൽ അവർ അവിടെ നിന്നുള്ള പ്രസാദം വാങ്ങിക്കാനൊക്കെ പറയും. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് സാരാനാഥിലോട്ടാണ്. അപ്പം ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഇവിടുന്ന് നമുക്ക് നേരെ സാരാനാഥിലോട്ട് പോകാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ സാരനാഥിലേക്കാണ് പോകുന്നത്. ഇന്നലെ ഡൽഹിയിലെ സ്ഫോടനം കാരണം നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ സെക്യൂരിറ്റി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാ ഹോട്ടലുകൾ, ഡോർമെറ്ററികൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെക്കിങ് നടക്കുന്നുണ്ട്. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെക്കിങ് കൂട്ടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അവിടെ എൻട്രി തീരെ സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറേ ഇപ്പോൾ CRPFൻ്റെ ഒക്കെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട് അവിടെ. ഇന്നലെയൊക്കെ ഇവിടുത്തെ UP പോലീസായിരുന്നു. മൊത്തം നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏത് രീതിയിലും അതിൻ്റെ സമാധാനത്തെയും അഖണ്ഡതയും ഒക്കെ ഇല്ലാണ്ടാക്കുന്നത് ആരായാലും, അതെന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും അതിനൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകളെ മുഖം നോക്കാതെ ശക്തമായ നടപടിയെടുക്കണം. നമ്മളെ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാൻ എല്ലാ മത വിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതിയിൽപ്പെട്ടവർക്കും ഒക്കെ എന്താ പറയുക അർഹതയുണ്ട്. അതില്ലാണ്ടാക്കുന്നത്
അതിന് എന്ത് മതപരമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ ആണെങ്കിലും അതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് അതിലെ ഒരു ശക്തിനെയും അക്കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഉണ്ടാവണം. ഇത്തരക്കാരെ ഞാൻ പറയുന്നത് അവർക്ക് ഒരു ദാക്ഷിണ്യം അറിയിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കൊന്നുകളയാ, വേറെ ഒന്നുമില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ്. നമുക്കെന്തായാലും സാരാനാഥിലേക്ക് പോവാം. നല്ല തിരക്കുണ്ട് ഇപ്പം, നല്ല വെയിലും ചൂടുണ്ടെങ്കിലും തണുപ്പ് മീൻസ് വെയിലടിക്കുന്നുണ്ടെങ്കിലും ചെറിയ തണുപ്പുണ്ട്. നമ്മളിതാ ഇപ്പം നിൽക്കുന്നത് സാരാനാഥിലാണ്. സാരാനാഥിലെ ബുദ്ധക്ഷേത്രം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്ത് വരാനുണ്ട്. വാരണാസി വരുന്ന സമയത്ത് അവിടുന്ന് ഒരു 12 കിലോമീറ്റർ മാറിയിട്ടുള്ള സാരനാഥിലൂടെ വരണം. സാരാനാഥിലാണ് നമ്മുടെ ഔദ്യോഗിക മുദ്രയായിട്ടുള്ള സ്തൂപം ഇരിക്കുന്നതും അതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് കാണണം. ഇതൊരു ബുദ്ധക്ഷേത്രവും കാര്യങ്ങളും വളരെ സുന്ദരമായിട്ട് വാരണാസിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വാരണാസി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ സാരനാഥ് എന്നുള്ളത്. പിന്നെ ഇവിടെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടുന്ന് റാപ്പിഡ് ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ റാപ്പിഡോയിൽ ബൈക്ക് ബുക്ക് ചെയ്താൽ മതി. 100 രൂപ കൊടുത്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇവിടെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ നടന്ന് ഇവിടെയുള്ള കുറേ സ്തൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. നമ്മളിവിടെ അകത്തോട്ട് കയറിയാൽ ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധനെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ചുമരുകളിലൊക്കെ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വരച്ചു വെച്ചത് കാണാൻ പറ്റും. വളരെ മനോഹരമായൊരു ക്ഷേത്രം. ഇവിടെ നമുക്ക് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധഭഗവാനെയും ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാരെയും കാണാൻ പറ്റും. മാതൃകയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ബുദ്ധന്റെ സ്റ്റാച്ചു ഉണ്ട്. നമ്മളിത് അവിടുന്ന് ടിക്കറ്റ് എടുത്തു. അവിടെ എക്സിബിഷൻ കഴിഞ്ഞ ആ ഭാഗത്തോട്ടും പിന്നെ മ്യൂസിയവും രണ്ടും കൂടെ നമുക്ക് 30 രൂപയാണ്. 25ഉം 5ഉം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഇഷ്ടം പോലെ. നമ്മൾ ആദ്യം അവിടുത്തെ ബുദ്ധക്ഷേത്രത്തിൻ്റെ അവിടെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതുവഴി അകത്തോട്ട് കയറാൻ പോവാം. ഇവിടെ അതിൻ്റെ ഒരു മാപ്പൊക്കെ അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ആ വഴിയാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. അവിടുന്ന് വന്നു, അവിടെയായിട്ടാണ് ക്ഷേത്രമൊക്കെ വരുന്നത്. എന്നിട്ട് ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പം ഇതുവഴി നമ്മൾ അകത്തോട്ട് പോകും. സാരാനാഥിൽ എക്സ്കവേഷൻ ചെയ്ത് കണ്ടെത്തിയൊരു ഭാഗങ്ങളാണ് ഈ കാണുന്ന മുഴുവൻ. നമ്മളിനി ഇവിടുന്ന് ഓരോ ഭാഗങ്ങളായിട്ട് കണ്ട് നമുക്ക് പോവാം. അവിടെയായിട്ടാണ് ആ ഒരു വലിയ സ്തൂപമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോയിട്ട് കാണണം. അവിടെയാണ് നമുക്ക് ആ സ്തൂപത്തിൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ബുദ്ധസ്തൂപം. ഇതൊക്കെ ഇവിടുന്ന് എക്സ്കവേഷൻ ചെയ്ത് കണ്ടെടുത്തതാണ്. അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിൽ ഇപ്പം സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇത് അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രാർത്ഥിച്ചു.
അതിന് ശേഷം വന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ധർമ്മചക്ര ജിൻവിഹാർ ആദ്യം എന്നാൽ അത് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതൊക്കെ ഇവിടുത്തെ പല ഭാഗങ്ങളിൽ നിന്ന് എക്സ്കവേഷൻ ചെയ്ത് കണ്ടെത്തിയതാണ്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിയിലൂടെ വഴികളുണ്ട് ഈ കാണുന്ന മുഴുവൻ. ഇന്നത്തെ കാലത്ത് എന്തൊക്കെയോ ബിൽഡിങ്ങുകളുടെ ഭാഗമായിരിക്കണം. ഇത് മുഴുവൻ കണ്ടോ, ഇതിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് മുഴുവനായിട്ടും ഒരു 2-3 മണിക്കൂർ നടന്ന് കാണാനും മാത്രം ഉണ്ട്. മുഴുവൻ നമുക്ക് മെല്ലെ മെല്ലെ ഓരോന്ന് കണ്ട് പോവാം. ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ ഇവിടുന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പ് കണ്ടെത്തിയ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും കാണാനുള്ളത്. നമ്മൾ ഹംപി പോയില്ലേ, ഹംപിയുടെ മറ്റൊരു പതിപ്പാണ്. ഹംപി പോലെ നമുക്ക് ഹംപിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ ചരിത്രം എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കി തരുന്ന ശേഷിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വാരണാസി വരുമ്പോൾ ഇവിടെ സാരാനാഥിൽ വന്നിട്ട് ഇതൊക്കെ കാണാൻ നല്ലൊരു ഇഷ്ടമായിരിക്കും. എനിക്ക് പിന്നിൽ മുഴുവൻ അതാണ്. അവിടെ നമുക്ക് ആ ഒരു ബുദ്ധസ്തൂപം കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. BC 600 മുതൽ 200 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ മഹാജനപദങ്ങളുടെ കാലം മുതൽ തന്നെ നന്ദ സാമ്രാജ്യത്തിൻ്റെയും മൗര്യ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ കാലഘട്ടങ്ങൾ വരെ ഇവിടെ സാരാനാഥിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനമായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഇന്നും ഒരു ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സാരാനാഥ് എന്ന് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞ ക്രിസ്തുവിന് മുന്നേ 600-കളിൽ ഉണ്ടായിരുന്ന പല സ്ട്രക്ചറുകളുടെയും ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഈ സ്ട്രക്ചറുകളുടെ പലതും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മോണസ്ട്രികളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ്. കൂടുതലായിട്ടും നമ്മൾ അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ കാണുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മോണസ്ട്രികളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അതായത് ക്രിസ്തുവിന് മുന്നേ 600-കളിൽ. അപ്പോൾ ആലോചിച്ച് നോക്കണം, 2025 അപ്പോൾ 2025 600 ഏകദേശം 3000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പ്രദേശത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ഥലത്തിന് സാരാനാഥ് എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ആ സ്തൂപത്തിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുതരാം. പണ്ട് ഇവിടെ ഭരിച്ചിരുന്ന രാജാവ് വേട്ടയ്ക്ക് പോയ സമയത്ത് ഒരു പെൺമാനെ കൊല്ലാൻ ശ്രമിക്കുമ്പം അതിനെ കൊല്ലാതിരിക്കാൻ സ്വയം ബലി അർപ്പിക്കാനായിട്ട് ഒരാൺമാൻ മുന്നോട്ട് വരികയും അതിൽ ആകർഷ്ടനായ രാജാവ് മാനുകൾക്ക് വേണ്ടി ഒരു സങ്കേതം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് സാരാനാഥ് എന്നുള്ള പേര് വന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടെ ഡീർ പാർക്കിലുള്ള ഈ ഒരു ബുദ്ധ സ്തൂപം എന്ന് പറയുന്നത്. ഇതിനെ അവർ വിളിക്കുന്നത് ധമേക് സ്തൂപം എന്നാണ്. അതായത് ബുദ്ധമതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 8 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ധമേക് സ്തൂപം ബുദ്ധൻ തൻ്റെ 5 ശിഷ്യന്മാർക്ക് എവിടെ വെച്ചാണോ തൻ്റെ നിർദ്ദേശങ്ങളും ഇതൊക്കെ നൽകിയത് ആ സ്ഥലത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് ലളിതവിസ്താര സൂത്രം പഠിപ്പിച്ചത് ഈ സ്തൂപം നിൽക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. അതായത് വാരണാസിയിൽ നിന്ന് ഉപദേശം നൽകിയിട്ട് വാരണാസിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രദേശത്ത് വരെയും ഇവിടെ വെച്ചിട്ട് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ധമേക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് നിയമത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ധർമ്മേക്ഷ എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ടാണ് ഈ ഒരു ധമേക് സ്തൂപം എന്നുള്ള പേര് വരുന്നത്. ഇതിൻ്റെ ചുമരുകളിലൊക്കെ നമുക്ക് കുറേ കൊത്തുപണികളൊക്കെ, എല്ലാ ഭാഗങ്ങളിലൊന്നുമില്ല, ചില ഭാഗങ്ങൾ ഇതേപോലെ ഭംഗിയുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബുദ്ധൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ദഹിപ്പിച്ചിട്ട് ആ ഒരു ചിതാഭസ്മം 8 സ്തൂപങ്ങൾക്ക് അടിയിലായിട്ട് അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ 8 സ്തൂപങ്ങളിൽ ധമേക സ്തൂപവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഇല്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടും വാരണാസിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ സാരാനാഥിൽ വരണം. സാരാനാഥിൽ വന്നിട്ട് ഇവിടെ ഈ ഡീർ പാർക്കിലോട്ട് വരണം. ഇവിടെയുള്ള ഈ അവശിഷ്ടങ്ങൾ ഇതൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. ഞാൻ വന്നപ്പോൾ ഉച്ചയായിരുന്നു. ഉച്ച സമയത്ത് നല്ല വെയിലിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ വന്നാൽ വളരെ ശാന്തമായിട്ട് നമുക്കിതൊക്കെ കണ്ടു പോകാൻ പറ്റും.
നമ്മളിവിടുത്തെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് ഇവിടെ പുറത്ത്, നമ്മൾ നേരെ പോയിട്ട് പുറത്തായിട്ട് ഒരു മ്യൂസിയം കൂടെ വരുന്നുണ്ട്. ആ മ്യൂസിയം കൂടെ നല്ല വെയിലടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആ മ്യൂസിയം കൂടെ നമുക്കൊന്ന് പോയിട്ട് കാണാം. ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഇങ്ങോട്ട് എൻട്രൻസ് വരുന്നത്. 15-ാം നൂറ്റാണ്ടിലെ ഒരു ജൈന കയ്യെഴുത്ത് പ്രതി എന്നാണ് വാരണാസിയുടെ സമീപത്തായിട്ട് ഉണ്ടായിരുന്ന ജൈനക്ഷേത്രത്തെയും ജൈനക്ഷേത്രത്തോട് ചേർന്നുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളെയും കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ധർമ്മേക്ഷ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസിദ്ധമായ ഒരു ബോധിസത്വ സങ്കേതം ഉണ്ടായിരുന്നു എന്നൊക്കെ ആ ഒരു കയ്യെഴുത്ത് പ്രതി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി പുറത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട്, അവിടെയാണ് നമ്മുടെ അശോക സ്തംഭം, അതിൻ്റെ ഒറിജിനൽ ഇരിക്കുന്നതൊക്കെ അവിടെയാണ്, നമുക്കത് പോയി കാണാം. ഇതാണ് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയം വരുന്നത്. അകത്ത് ഇവിടുന്ന് എക്സ്കവേഷനിൽ കൂടെ കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറേ പ്രതിമകൾ, പിന്നെ നമ്മുടെ അശോക സ്തംഭം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അകത്ത് പോയിട്ടൊന്ന് കാണാം. ഇവിടെ കയറി വരുന്ന ഭാഗത്ത് കുറേ ഇവിടുന്ന് കണ്ടെത്തിയ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതുവഴി അകത്തോട്ട് കയറാം. With 10 hands. So you can count 10 hands, but max you can, I think you are able to count 8 or the 9. You can count 8 or 9, not all 10. I'll show you last. On the top, close by the crown. Just down very dark, whenever you show the finger. ഇവിടെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഇതിലുള്ള 3 പിക്ചേഴ്സ്, ഗണേശൻ, ലക്ഷ്മി, സരസ്വതി, പിന്നെ നയൻ പ്ലൻസ്, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് സെപ്പറേറ്റും അല്ലാതെയും കിട്ടും. ഈ ഇവിടെ കാണിച്ച ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തത്. ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്ന് കാണേണ്ടതാണ്. ഇത്ര ഭംഗിയിലാണ് ഇത് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കല്ലിൽ തീർത്ത ഓരോ ആയുധങ്ങൾ, ചെറിയ ആയുധങ്ങൾ മുതൽ വലിയ ആയുധങ്ങൾ വരെ ഓരോന്നും എന്താണെന്ന് ഏത് കാലഘട്ടത്തിലാണെന്നും ഒക്കെ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ അവിടെ മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെയൊക്കെ ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട്. ഉണ്ടോ? മുഴുവൻ ഇതുപോലുള്ള കടകളാണ്. നമുക്കിനി ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് അടുത്തത് പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ വാരണാസിയിൽ ഒരു പുതിയ ക്ഷേത്രം ഉണ്ട് എന്ന്, അവിടേക്കാ. ഇതൊക്കെ ഉണ്ടോ? ഇതുപോലെയുള്ള ഭംഗിയുള്ള ഉണ്ടോ? ഓരോ ചെറിയ ചെറിയ കടകൾക്ക് മുകളിലും അവിടെ എന്താണ് വിൽക്കുന്നതെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഓരോ സാധനങ്ങളിവിടെ അവർ വിൽക്കുന്നത്.
നമുക്കിനി ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് റാപ്പിഡ് എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം. വ്യത്യസ്തമായ കുറേ കാര്യങ്ങളാണ്. അതുപോലെ ഇവിടെ സാരാനാഥിൽ നമ്മുടെ ദമേക സ്തൂപത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജൈന ക്ഷേത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. 11ാമത്തെ തീർത്ഥങ്കരനായിരുന്ന ശ്രേയൻ സനാതന്റെ കാലത്താണ് ഈ ഒരു ജൈന ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിനൊരു മറ്റൊരു കാരണം കൂടെയുണ്ട്. കാരണം മഹാവീരൻ വാരണാസിയിൽ വന്ന് പ്രഭാഷണങ്ങൾ നടത്തിയ പോലെ തന്നെ ഇവിടെയും വന്നിട്ട്, അതായത് ഈ സാരാനാഥിലും വന്നിട്ട് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് പ്രധാനപ്പെട്ട ജൈന കേന്ദ്രങ്ങൾ മൊത്തത്തിൽ ഇവിടെ ഇവർ വിളിക്കുന്നത് ശ്രേയാംശ്നാഥ് ജൈന തീർത്ഥം എന്നാണ്. അതിലൊന്നായിട്ടാണ് ഈ ക്ഷേത്രത്തെയും കണക്കാക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. വിവിധ തരത്തിലുള്ള പക്ഷികൾ ഒന്നിച്ചിരുന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിനെയും ജൈനമതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള കാഴ്ചകൾ മാത്രം മതിയാവും. അപ്പോൾ സാരനാഥിൽ വരുമ്പം നേരത്തെ നമ്മൾ പോയ ബുദ്ധക്ഷേത്രം പോലെ തന്നെ ഇതും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ്. പോകുന്ന വഴി വീണ്ടും ഇവിടെയുള്ള ഈ ഒരു ക്ഷേത്രത്തിലോട്ടൊന്ന് കയറി. ഇതാണ് നമ്മൾ ഫസ്റ്റ് വന്നത്. അപ്പോൾ ഒന്നുകൂടെ അവിടെ വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാം. നമുക്ക് ഇവിടുന്ന് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. എന്ത് വലിയൊരു ക്ഷേത്രമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അടുത്താണ് കേട്ടോ അതിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി. പക്ഷെ ഇവിടെയൊക്കെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയും ഒരുപാട് പണികളൊക്കെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. വലിയൊരു പ്രൊജക്റ്റ് പോലെയാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട് എത്തുള്ളൂ. അവിടെ എത്തുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിഹംഗം യോഗ സംസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിലാണ് നിങ്ങൾ ഈ കാണുന്ന സർവേദ് മഹാമന്ദിർ വരുന്നത്. അവരിതിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന മണ്ഡപം എന്നാണ്. ഒരു ക്ഷേത്രം എന്നതിനേക്കാൾ ഉപരി 20,000 പേർക്ക് ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന മന്ദിരായിട്ടാണ് അവരിത് നിർമ്മിച്ചിട്ടുള്ളത്. എനിക്കിത് ആദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ഹവാമഹലാണ്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഇത് കണ്ട സമയത്ത് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. എന്താണെന്നറിയില്ല, ഒരു സാമ്യത ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്കങ്ങനെ തോന്നിയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളും അല്ലാണ്ടൊക്കെ വരുന്നുണ്ട്. പലരും ഇത് കണ്ട് ഈ ഒരു ഭംഗിയുള്ളൊരു സ്ട്രക്ചർ കണ്ടു പോകാന്നുള്ളതാണ്. പിന്നെ നമുക്കിനി അകത്തോട്ട് ഒന്ന് കയറി നോക്കാം എന്താണെന്ന്. ഇവിടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഓരോന്നും കൂടുതൽ ദൃശ്യമാവും. അപ്പോൾ അതിൻ്റെ ഒരു എത്ര വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാവുന്നത്. നല്ല ഭംഗിയിൽ അവരത് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ കണ്ണിനെ വല്ലാണ്ട് ആകർഷിക്കുന്ന രീതിയിൽ അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം. അകത്തോട്ട് കയറുന്ന ഭാഗത്ത് തന്നെ ചുമരിൽ കൊത്തിവെച്ചതൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 20,000 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ധ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ധ്യാന മന്ദിരമായിട്ടാണ് ഇവരിത് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇവിടെ മാർബിളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുരാണത്തു നിന്നും ഉപനിഷത്തു നിന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് നമുക്ക് ധ്യാനിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ധ്യാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. 20
നമ്മൾ ഉള്ളിൽ കയറി അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു. ഇവിടെ ഇനിയും ഒരുപാട് പണികൾ പൂർത്തിയാവാനുണ്ട്. പക്ഷേ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ഇനി ഇതിന് ചുറ്റും കുറേ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് മനോഹരമായിട്ട് നമ്മൾ നോക്കി നിന്നു പോകുന്ന രീതിയിൽ മനോഹരമായൊരു ടെമ്പിൾ. ഇനിയിപ്പോൾ നമുക്കിവിടുന്ന് ഇനി പോകുന്നത് നമ്മൾ നമോഘട്ടിലോട്ടാണ്. നമോഘട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഘട്ടിലോട്ട് പോവാം. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ വാരണാസിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘട്ടായിട്ടുള്ള നമോഘട്ടിലോട്ടാണ്. ഇപ്പം നമ്മൾ പോകുന്നത് വാരണാസിയുടെ ഔട്ടറായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ്. ഇവിടുത്തെ വാരണാസി പറയുന്ന ടൗണിനോട് പുറത്തായിട്ട് കിടക്കുന്ന കുറേ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം ഈ ഒരു ക്ഷേത്രം കിടക്കുന്നത് വാരണാസിയുടെ ഔട്ടർ സൈഡിലാണ്. വാരണാസിയിൽ നിന്ന് നമുക്ക് ഏകദേശം 15-18 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സാരാനാഥിലോട്ട് വന്നപ്പം സാരാനാഥിൽ നിന്ന് പിന്നെ ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് തിരിച്ച് ഒരു 10-18 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ച് പോകാനുണ്ട്. പക്ഷേ ഇവിടെ അടുത്ത് നമ്മൾ പോകുമ്പം നമോഘട്ടിൽ ഇറങ്ങിയാൽ നമുക്ക് അവിടുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 4-5 കിലോമീറ്റർ നടന്നു പോകാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് പോകുമ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും. ഒരു ബൈക്കിന് പോകാൻ മാത്രമുള്ളൊരു ചെറിയ സ്പേസ് കൂടി അയാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. 2 സൈഡ് ഒരേന്നുണ്ട്. ആ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ഒരു പുതിയ ഓട്ടോ പോലെയാണ് കാണുമെന്ന് തോന്നുന്നത്. 2 സൈഡ് ഉരച്ചുകൊണ്ട് അയാൾ അത് ഓടിക്കുന്നത്. ആലോചിച്ചു നോക്ക്. അയ്യോ, കണ്ടോ, ഇതാണ് നമോഘട്ട്. ഇവിടെയും ആരാധ്യമൊക്കെ നടക്കും കേട്ടോ. ഞാൻ നോക്കിയത് അതല്ല, സൂര്യനെ അവിടെ കിട്ടുമായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ സൂര്യനില്ല. നോക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അവിടെ ഒരു ലെയറിൽ ട്രെയിൻ, മറ്റേ ലെയറിൽ വാഹനങ്ങൾ. കണ്ടോ, സൂര്യൻ്റെ ഒരു പൊടി കാണാം. ഇതാണ് നമോഘട്ട്. കണ്ട, ഒരു ഗുഡ്സാണ് പോകുന്നത്. താഴെ കൂടെ ഗുഡ്സും മേലെ കൂടെ വാഹനങ്ങളും. ഇവിടെയും ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. ഇവിടുന്നും നമുക്ക് ഗംഗയിൽ കൂടെ ബോട്ട് റൈഡൊക്കെ നടത്താൻ പറ്റും. ഇതേ ഒരു ട്രെയിൻ പോകുന്നു. ഗംഗയിലെ അന്തരീക്ഷം എത്രത്തോളം മലിനമായിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കിതാ ഇതുപോലെയാണ് ഓരോ ബോട്ടിൽ നിന്നും പുക പുറത്തോട്ട് പോകുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ഒരു 500 മീറ്റർ ദൂരെയുള്ള ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഫുൾ പുകയാണ്. ഇതൊക്കെ എന്നാണല്ലോ അവസാനിക്കുക? കണ്ടോ, ഇങ്ങനെ പുക അടിച്ച് വിടുകയാണ് ഓരോ ബോട്ടിൽ നിന്നും. ഇതെന്തായാലും നല്ല ഭംഗിയായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. മുകളിൽ റോഡും താഴെ റെയിൽവേ ആയിട്ട് ഒരേ ബ്രിഡ്ജിൽ കൂടെ തന്നെ. കുട്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡബിൾ ഡക്കർ ബസ്സുകൾ, പിന്നെ കുറേ ഇതുപോലെയുള്ള വാഹനങ്ങൾ, ഇങ്ങനത്തെ കുറേ റൈഡുകളൊക്കെ ഇവിടെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനും പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഒന്ന് ചില്ലാക്കാനൊക്കെ പറ്റിയൊരു ഘട്ടമാണ് ഈ ഒരു നമോഘട്ട്. നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെയായിരുന്നു നമോഘട്ട് വന്നത്. നമ്മൾ അവിടെ നിന്നൊക്കെ നടന്ന് ഏതാണ്ട് ഈ ഭാഗത്തോട്ടെത്തി.
ഗട്ടിലൂടെ തന്നെ നമുക്ക് നടന്ന് പോവാം. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ തന്നെ ആ അറ്റം വരെ ഇങ്ങനെ നടന്നു പോവാം. ഈ സന്ധ്യ എന്ന് വെച്ചാൽ ഇപ്പൊ സമയം ശരിക്ക് 5:39. പക്ഷെ ഇവിടെ കണ്ടു ഒരു 7 മണി 7:30 പ്രതീതിയാ. ഇവിടെ ആയിട്ടൊരു ക്ഷേത്രമുണ്ട്, അവിടെ പൂജ നടക്കുക. നമുക്ക് ഈ ഗട്ടിലൂടെ തന്നെ നടന്ന് അങ്ങോട്ട് വരെ പോകാൻ പറ്റും. ഇതിവിടെ ഗായികെട്ടാണ്. ഗായികെട്ട് ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടാണ്. ഇവിടെയും ഗംഗ ആരതി നടക്കാൻ പോവാ. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം കണ്ടോ, അവിടെ നന്ദീനെ കാണാം, അവിടെ ഒരു ശിവലിംഗം അതവര് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇപ്പം ആരതി നടക്കും. നമുക്ക് വീണ്ടും ഇവിടുന്നും പോവാം മുന്നോട്ടേക്ക്. അങ്ങനെ നമ്മൾ അവിടെ നമോഘട്ടിൻ്റെ അവിടുന്ന് ഏകദേശം 3-3.5 കിലോമീറ്റർ നടന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കോറിഡോറിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതലും അവിടെ സാരാനാഥിലാണ് പോയത്. സാരാനാഥിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ അവിടെ ഒരു പുതിയ ക്ഷേത്രം സർവേദ് മന്ദിർ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമോഘട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കോറിഡോർ അതിൻ്റെ മുന്നിലായിട്ട് ഇവിടെ വന്നു. ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിതാ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ഇവിടെ വേറെ കുറച്ച് സ്ഥലങ്ങൾ മണികർണിക നമ്മൾ പോയിട്ടില്ല, അവിടെ പോകണം. അവിടെ നമുക്ക് പോകാനുണ്ട്. പിന്നെ 1-2 ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ അന്ന് രാവിലെ പോയിട്ട് നമുക്ക് കച്ചോടി കിട്ടിയിട്ടില്ല, അത് കഴിക്കാൻ പോകണം. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി നാളെയും മറ്റന്നാളായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പം വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.